നമസ്കാരം. പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിമാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപിയും ആ പരിഗണനയിലാണ്. തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രി പദവിയും സുപ്രധാന വകുപ്പും നൽകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം BJP സർക്കാർ അധികാരമേൽക്കുന്ന ചടങ്ങിൽ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയുമൊക്കെ നടത്തുവാനാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള O രാജഗോപാൽ നേമം മണ്ഡലത്തിൽ വിജയിച്ചതാണ് ആദ്യ വിജയം. ആദ്യത്തെ താമര വിരിഞ്ഞത് കേരളത്തിൽ തൃശ്ശൂരിലല്ല, തിരുവനന്തപുരത്താണ്. തൃശ്ശൂരിൽ സംസ്ഥാനത്തെ അതിപ്രഗത്ഭനായ UDF-ന്റെ LDF സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് പോലും അവരെയൊക്കെ നേരിട്ട് 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തോൽപ്പിച്ചത് എന്നുള്ളതാണ്. അവിടെയാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയെയും ഉൾപ്പെടുത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് BJP സംസ്ഥാന ഘടകത്തിനും സൂചന ലഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായല്ലോ. ആ തിരിച്ചടി നേരിട്ടപ്പോൾ BJPക്ക് അധികാരത്തിലേക്ക് വീണ്ടും വഴിയൊരുക്കിയത് ആരായിരുന്നു? ദക്ഷിണേന്ത്യയായിരുന്നു. ദക്ഷിണേന്ത്യയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സഹായമായിരുന്നു. കർണാടകയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കൈവിട്ടിരുന്നുവെങ്കിൽ മോദി യുഗത്തിന് തന്നെ ചിലപ്പോൾ അന്ത്യമായേനെ. ദക്ഷിണേന്ത്യയിലേക്കുള്ള രാഷ്ട്രീയ പദ്ധതികൾ വിപുലപ്പെടുത്തുവാൻ ജനവിധി BJPക്ക് ആത്മവിശ്വാസമേകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഉത്തർപ്രദേശും രാജസ്ഥാനും മഹാരാഷ്ട്രയും കേന്ദ്രമന്ത്രിസഭയിൽ ആധിപത്യം പുലർത്തിയുന്ന പതിവിനും ഇത്തവണ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ രണ്ടാമനായി രാജീവ് ചന്ദ്രശേഖറും പട്ടികയിൽ ഇടം പിടിച്ചേക്കാമെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഭരണമുറപ്പിച്ച ശേഷം BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത മോദി തൃശ്ശൂരിലെ വിജയത്തെപ്പറ്റി എടുത്തു പറഞ്ഞ കാര്യം നിങ്ങളാരും മറന്നു കാണില്ല. മറ്റൊരു BJP MPയെയും മോദി വ്യക്തിപരമായി പേരെടുത്ത് പരാമർശിച്ചതായിട്ട് കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുകയാണത്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് വോട്ടെടുപ്പിലൂടെ MPയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ വരുന്നത് കേരളത്തിൻ്റെ താല്പര്യത്തിന് തന്നെ ഗുണകരമാകുമെന്നുള്ള സൂചനകളാണ് അതിലൂടെ നൽകുന്നത്. കൂടുതൽ പദ്ധതികൾ സുരേഷ് ഗോപി വഴി കേരളത്തിന് നൽകുന്നതിലൂടെ സംസ്ഥാനത്തുടനീളം അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത്. തൃശ്ശൂരിലേക്ക് നമ്മൾ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്ന് അത്തരത്തിലൊരു മോഡൽ മണ്ഡലം എന്ന രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാനാകും ഇനി BJPയുടെ ശ്രമം എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന V മുരളീധരൻ ഇത്തവണ നറുക്കു വീഴുവാനുള്ള സാധ്യതയില്ല. അദ്ദേഹം മന്ത്രിയാകില്ല. രണ്ടാം മോദി സർക്കാരിൽ അതിപ്രധാനമായിട്ടുള്ള IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ മിക്കവാറും തഴഞ്ഞേക്കില്ല. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാം മോദി മന്ത്രിസഭയിൽ നന്നായി തിളങ്ങിയ മന്ത്രിമാരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം മണ്ഡലത്തോടുള്ള BJPയുടെ താല്പര്യവും അദ്ദേഹത്തിന് ഇതിനോടൊപ്പം തന്നെ തുണയാകും. ചെറിയ മാർജിനിലാണല്ലോ അദ്ദേഹം പരാജയപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് തെലുങ്കാനയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാകും പുതിയ സർക്കാരിൽ. നിർണായക സ്വാധീനമുള്ള തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒന്നിലേറെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ആന്ധ്രാപ്രദേശിന് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. 8 സീറ്റോടെ വലിയ കുതിപ്പ് നടത്തിയ തെലുങ്കാനയ്ക്കും BJP നേതൃത്വം കാര്യമായിട്ടുള്ള പരിഗണന നൽകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന BJPയുടെ മിഷൻ സൗത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇവിടെ ആന്ധ്രയിലാണെങ്കിലും TDPയുടെ ഇടപെടൽ, ചന്ദ്രബാബു നായിഡുവിൻ്റെ ഇടപെടൽ, അവിടെ അവർ അവകാശപ്പെടുന്നത് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ളവ കൊടുക്കുവാനുള്ള സാഹചര്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും അമിത്ഷായെ പോലൊരാൾ മുൻ ആഭ്യന്തരമന്ത്രി നിലവിലുള്ള സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും ഇനി BJP നോക്കിക്കാണുക എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ BJPയുടെ ഘടകങ്ങൾ, അത് ഘടകകക്ഷികളാണെങ്കിലും അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് അധിക ആയുസ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ BJPക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് NDAയുടെ മുന്നണി യോഗം നടക്കുമ്പോൾ അതിനുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ആലോചനകൾക്ക് ശേഷം ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ദക്ഷിണേന്ത്യക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത്. അതിൽ കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനമായിരിക്കും. ആ കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപിക്കാണ്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെയും തഴയില്ല. അദ്ദേഹത്തിനും സഹമന്ത്രി സ്ഥാനം ഉറപ്പാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അതെപ്പോൾ എങ്ങനെയുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ശനിയാഴ്ച, അതായത് വരുന്ന ദിവസം, ഞങ്ങൾ മുമ്പ് ആദ്യം
ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെയുള്ളവ 9-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്, ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ മുൻപ് പറഞ്ഞതായിരുന്നു. അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങുകൾ നടക്കുമ്പോൾ ശനിയാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ.